കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ ദിവസത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടതായ മണിക്കൂറുകളിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ളതായ തിരുവചനങ്ങളെ വായിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങൾ. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല മണിക്കൂറുകളിൽ അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ തിരുവചനത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. അടിയങ്ങൾ കർത്താവേ തിരുവചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവിനാൽ ഞങ്ങളോട് സംസാരിക്കണമേ. വചനം അങ്ങയുടേതാകുന്നു, അടിയനും അവിടുത്തേതാകുന്നു കർത്താവെ. കേൾക്കുന്നതായ ജനവും അങ്ങയുടേതാകുന്നു. അവിടുത്തെ കൃപയാൽ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളോട് സംസാരിച്ചു അടിയങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ യാചന കേൾക്കണം കന്നുള്ള പിതാവേ, ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ ലോകത്തിൻ്റെ ആരംഭത്തെ സംബന്ധിച്ച് വിവരിക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് വലിയവനായ ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. 6 ദിവസം കൊണ്ട് യഹോവയായ ദൈവം ഈ ലോകത്തിലുള്ളതായ സകല ചരാചരങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. വളരെ മനോഹാരിതയോടുകൂടെ ഓരോ സൃഷ്ടിപ്പും പൂർത്തിയാക്കിയപ്പോൾ ദൈവം നോക്കിയപ്പോൾ ഏറ്റവും നല്ലതെന്ന് കാണുന്നതായ കാഴ്ച നമ്മൾ വായിക്കുകയാണ്. ഓരോ ദിവസത്തെയും തൻ്റെ പ്രവർത്തന സൃഷ്ടിപ്പ് മനസ്സിലാക്കിയപ്പോൾ അത് ഏറ്റവും നല്ലതെന്ന് ദൈവം കണ്ടു എന്ന് തിരുവചനം രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ 6-ാമത്തെ ദിവസം ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പ് പൂർത്തിയായി. 7-ാമത്തെ ദിവസത്തെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ താൻ ചെയ്തതായ സകല പ്രവൃത്തിയിൽ നിന്നും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. താൻ ചെയ്തതായ സകല പ്രവൃത്തിയിൽ നിന്നും നിവൃത്തനായതിനു ശേഷം 7-ാം ദിവസത്തിന് ഒരു പ്രത്യേകത വലിയവനായ ദൈവം നൽകുന്നതായ കാഴ്ച കാണുകയാണ്. 7-ാം ദിവസത്തിന് മറ്റ് 6 ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് 7-ാമത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ആ ദിവസത്തിൽ ദൈവം വിശ്രമിച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നു 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. മറ്റ്6 ദിവസങ്ങൾക്കും ഇന്നാത്തതായ ആ പ്രത്യേകത 7-ാമത്തെ ദിവസമായ ത്തിന് ഒരു പ്രത്യേകത ദൈവം നൽകുകയാണ്. ആ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു, പിന്നീട് പറയുകയാണ് അതിനെ ശുദ്ധീകരിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനെത്രമാത്രം പ്രാധാന്യം തിരുവചനത്തിലുണ്ടോ എന്ന് നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സന്ദേശമാണ് ഈ വാക്യങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. 7-ാം ദിവസത്തിനുള്ളതായ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഈ വേദപുസ്തകത്തിലോ ആദ്യോട് അന്തം തന്നെ വളരെ വിശദമായിട്ട് തന്നെ വിവരിക്കുന്നതായ കാഴ്ച നമ്മളോട് കാണുകയാണ്. 7-ാം ദിവസത്തിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ വലിയവനായ ദൈവം തൻ്റെ ജനത്തിനോട് ആദ്യ കാലഘട്ടങ്ങളിൽ വാമൊഴിയായിട്ട് ദൈവം സംസാരിക്കുന്നതായ സന്ദർഭങ്ങളിൽ തൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ തൻ്റെ ജനത്തിന് വാമൊഴിയായിട്ട് എഴുതി കൊടുക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അബ്രഹാം ദൈവം തൻ്റെ കൽപ്പനകളെ കൊടുക്കുന്നതിനെയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ദൈവം തൻ്റെ സ്വന്തം വിരലിന് 10 കൽപ്പനകൾ എഴുതി കൊടുക്കുന്നതായ സന്ദർഭത്തിൽ അവിടെ ഈ 7-ാം ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വിശദമായിട്ട് എഴുതി കൊടുക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നത് ഈ 7-ാം ദിനത്തെ സംബന്ധിച്ച് ദൈവം വിശദീകരിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത കൊടുക്കുമ്പോൾ സൃഷ്ടിപ്പിനോടനുബന്ധിച്ചാണ് ഈ കൽപ്പന ദൈവം കൊടുക്കുന്നത്. 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു വിശദീകരിക്കുന്നു. അന്ന് ഈ ഭൂമിയിൽ പാപമില്ലാത്തതായ അവസ്ഥയിൽ ദൈവം ചെയ്തതായ നൽകിയതായ മനുഷ്യന് നൽകിയതായ അതിവിശിഷ്ടമായ 2 ശുശ്രൂഷകളാണ്
ഒന്ന് വിവാഹം എന്നുള്ളത്. പാപമില്ലാത്ത ഭൂമിയിൽ ദൈവം വിവാഹത്തെ അത് വിശദീകരിക്കുകയും പവിത്രീകരിക്കുകയും മനുഷ്യന് തക്കതായ തുണ ദൈവം കാട്ടിക്കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ജനത്തിന് എപ്രകാരം ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതായ ഒരു നിർദ്ദേശം ദൈവം കൊടുത്തത് പാപമില്ലാത്തതായ ഭൂമിയിലാണ് ദൈവം ആരാധനാ ദിവസം കൊടുത്തത്. എന്നാൽ മനുഷ്യന് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ 2 ഉടമ്പടികളും ദൈവം വിശദീകരിച്ചതായ ഈ മഹനീയമായ ശുശ്രൂഷകളെ ലംഘിച്ചുകൊണ്ട് അതിൻ്റെ അന്തസത്തകൾ, അതിൻ്റെ വിശുദ്ധികൾ, അതിൻ്റെ പവിത്രതകളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടേതായ രീതിയിൽ മനുഷ്യനിന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. എന്നാൽ പാപം ചെയ്തതിന് ശേഷം ഈ ലോകത്തിൽ ദൈവം തൻ്റെ സ്വന്തം വിരലിന് കൽപ്പനകൾ എഴുതി കൊടുക്കുന്നതായ സന്ദർഭത്തിൽ ഇപ്രകാരം ആ 10 കൽപ്പനകളുടെ മധ്യത്തിൽ ദൈവം എഴുതി കൊടുക്കുന്നതായ കൽപ്പന ആണ് പുറപ്പാട് പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്ന 20-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്. 20-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. അപ്പോൾ മനുഷ്യനോട് ദൈവത്തിൻ്റെ ആത്മാവ് അവനെ ഓർമ്മപ്പെടുത്തുന്നതായ ഒരു വലിയൊരു സന്ദേശമാണ്. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. ഒരിക്കലും മറന്നു പോകരുത്. അതിനെ ഓർക്കുവാനായിട്ട് അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ പ്രാധാന്യം, അതിൽ അടങ്ങിയ അനുഗ്രഹങ്ങൾ അത് മനുഷ്യന് എന്നും ഓർക്കുവാൻ തക്കവണ്ണം ദൈവം സ്വന്തം വിരലിന് എഴുതി കൊടുക്കുകയാണ്. മനുഷ്യൻ മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. ഒരിക്കലും മറന്നു പോകരുത്. എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് കാണാൻ സാധിക്കുന്നത്? ആ ശബത്ത് നാളിനെ സംബന്ധിച്ച് തുടർന്നുള്ളതായ വിശദീകരണം നൽകുന്നത് ഇപ്രകാരമാണ്. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 6 ദിവസം അധ്വാനിക്കുക. 7-ാമത്തെ ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്ത് എന്ന് അരുളി ചെയ്യുക. ദൈവത്തിന്റെ സ്തോത്രത്തോടെ പറയുകയാണ്, 6 ദിവസവും നീ നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാമത്തെ ദിവസത്തെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഇവിടെ വിവരിക്കുന്നത് നിന്റെ ദൈവമായ യഹോവയുടെ ശബത്ത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതും മനുഷ്യന്റെ ശബത്തല്ല, നിന്റെ ദൈവമായ യഹോവയുടെ ശബത്ത്. ശബത്ത് എന്നതായ വാക്കിന്റെ അർത്ഥം തന്നെ വിശ്രമം എന്നാണ്. ആ വിശ്രമ ദിനത്തെ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ആ വിശ്രമ ദിവസത്തെ ദൈവം അതിനെ വിശുദ്ധീകരിക്കുകയും അതിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതെത്രമാത്രം സന്തോഷകരമായ അനുഭവമാണ്. എന്തിനു വേണ്ടിയാണ്? സൃഷ്ടാവായ ദൈവത്തെ ഓർക്കുന്നതിന് വേണ്ടി ദൈവം മാനവരാശിക്ക് നൽകിയതായ ഏറ്റവും വലുതായ സന്തോഷത്തിൻ്റെതായ ഒരു സുദിനമാണ് 7-ാം ദിന ശബത്ത് ദിവസം എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തോടൊത്ത് വസിക്കുന്നതിന് വേണ്ടി ദൈവം മനുഷ്യർക്ക് അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് നൽകിയതായ ഒരു മഹനീയമായ ദിവസമാണ് 7-ാം ദിനമായ ശബത്ത് എന്നുള്ളത്. 6 ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് 7-ാമത്തെ ദിവസം, 6 ദിവസത്തെ വേല ദൈവം നല്ലതെന്ന് കണ്ടുവെങ്കിൽ 7-ാം ദിവസത്തെ അതിനെ പ്രത്യേകമായിട്ട് ആ ഫുൾ ഡേ ദൈവം ഒരു വിശുദ്ധീകരണത്തിൻ്റെതായ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് കാണുവാൻ സാധിക്കുകയാണ്. അന്നത്തെ ദിവസം ദൈവം യാതൊരു വേലയും ചെയ്തില്ല. അന്ന് സ്വസ്ഥനായിരുന്നു. ഈ ശബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തുവെന്ന് തിരുവചനം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവം സ്വന്തം വിരലിന് എഴുതി കൊടുക്കുന്നതായ സന്ദർഭത്തിൽ ഇപ്രകാരം പറയുന്നത്, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കകത്തുള്ളതായ പരദേശിയും ഒരു വേലയും ചെയ്യരുത്. അന്ന് ഫുൾ റെസ്റ്റാണ്. ആ ദിവസത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയാണ്. 7-ാം ദിവസത്തിന്റെ പരിശുദ്ധിയെ സംബന്ധിച്ച് ദൈവം വിശദമായിട്ട് അവിടെ വിവരിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് പറയുകയാണ്, ഈ ദിവസങ്ങളിലൊന്നും 7-ാം ദിവസത്തിൽ യാതൊരു വേലയും ചെയ്യരുത്. ദൈവം അതിനെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ളതായ വാക്യം അത് എന്തുകൊണ്ടാണ് നീ സ്വസ്ഥമായി ഇരിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നത്. 20-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്, 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 6 ദിവസം കൊണ്ട് യഹോവയായ ദൈവം ഈ ആകാശത്തെയും ഭൂമിയെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചു. 7-ാമത്തെ ദിവസം
ദൈവസ്വസ്ഥമായിരുന്നു. ആ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു. നമ്മുടെ സൃഷ്ടാവിനെ ഓർക്കുവാൻ ലഭിക്കുന്നതായ ഒരു സുദിനമാണ് ഈ പരിശുദ്ധമായ ശബത്ത് എന്നുള്ളത്. യഹോവയായ ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെന്ന് ഓർക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നൽകുന്നതായ ഒരു ആരാധനയുടെ വ്യവസ്ഥയാണ് 7-ാം ദിനമായ ശബത്ത് ദിനം എന്നുള്ളത്. അന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് പറയുന്നത് വെറുതെ ഇരിക്കുവാനോ അല്ലെങ്കിൽ മടിയോടുകൂടി ഇരിക്കുവാനോ അല്ല, പിന്നെയോ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം നമ്മോട് ആവശ്യപ്പെടുകയാണ്. 7-ാം ദിവസത്തെ ഒരു വിശുദ്ധ ആരാധനയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കളെല്ലാവരും ഒന്നിച്ചായിരിക്കണമെന്ന് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നത്: 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ട സ്വസ്ഥതയ്ക്കുള്ളതായ ശബത്താകുന്നു. ഇപ്പോൾ നമ്മൾ 7-ാം ദിവസം വെറുതെ വിശ്രമിച്ച് അലക്ഷ്യമായിട്ട് നടക്കുവാനോ അല്ലെങ്കിൽ നമ്മുടേതായ കാര്യാദികളെല്ലാം ഒഴിവാക്കിയിട്ട് മറ്റു കാര്യങ്ങൾ നമ്മൾ ഇടപെടുവാനോ ആയിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം പറയുന്നത് ഇപ്രകാരമാണ്: 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടതായ സ്വസ്ഥതയ്ക്കുള്ളതായ ശബത്താകുന്നു. അന്ന് ഒരു വേലയും ചെയ്യരുത്, നിങ്ങൾ സകല വാസസ്ഥലങ്ങളിൽ വന്ന് യഹോവയുടെ ശബത്താകുന്നു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ തിരുവചനം രേഖപ്പെടുത്തുകയാണ്. ചില ആളുകൾ വാദിക്കാറുണ്ട്, അന്ന് ആരാധനയ്ക്ക് പോകുവാനായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അതിനെന്താണ് ഇത്ര പ്രത്യേകത? ഇങ്ങനെയുള്ളതായ ചോദ്യങ്ങളൊക്കെ നമ്മുടെ നേരെ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടതായ സ്വസ്ഥതയ്ക്കുള്ളതായ ശബത്താകും. വിശുദ്ധ സഭായോഗമാണ് അന്ന് കൂടേണ്ടതെന്ന് തിരുവചനം രേഖപ്പെടുത്തുകയാണ്. ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ദൈവം നൽകുന്നതായ തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മോട് നൽകുന്നതായ വലിയ സന്ദേശം ഇതാണ്: 7-ാം ദിവസത്തെ ദൈവം മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സർവശക്തനായ ദൈവമാണ് അനുഗ്രഹിച്ചത്. സർവശക്തനായ ദൈവമാണ് അതിനെ ശുദ്ധീകരിച്ചത്. ഈ ലോകത്തിലെ മനുഷ്യരോ അല്ലെങ്കിൽ മറ്റ് മനുഷ്യര് ആക്കിയതായ വിശുദ്ധന്മാരോ അല്ലെങ്കിൽ പുണ്യാളന്മാരോ മധ്യസ്ഥന്മാരോ ഒന്നും അല്ല. ഈ ലോകത്തിൻ്റെ അധിപതിയായ സർവസൃഷ്ടാവായ സർവശക്തനായ ദൈവമാണ് 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതൊരിക്കലും ഒരു നാളും ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോവുകയില്ല. അങ്ങനെ മാറിപ്പോകുന്നു എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് പിശാചിൻ്റെ ഏറ്റവും വലിയതായ തന്ത്രമാണ്. ദൈവം ശുദ്ധീകരിച്ചതിനെ അല്ലെങ്കിൽ ദൈവം വേർതിരിച്ചതിനെ, ദൈവം അനുഗ്രഹിച്ചതിനെ ഇല്ലാതാക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് സാധ്യമല്ല. നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധമായ ശബത്തിൻ്റെ പ്രാധാന്യം. അത് സർവശക്തനായ ദൈവമാണ് അനുഗ്രഹിച്ചത്, സർവശക്തനായ ദൈവമാണ് അതിനെ വിശദീകരിച്ചിരിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ, ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ കടന്നു വരുമ്പോൾ, 7-ാം ദിനത്തിലുള്ളതായ ആരാധനയുടെ പ്രാധാന്യമാണ് പരിശുദ്ധമായ ബൈബിളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നാം ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമകളായിരുന്ന കാലഘട്ടങ്ങളിൽ നിന്ന് സർവശക്തനായ ദൈവം തമ്പുരാന് തൻ്റെ ജനത്തെ വിളിച്ചിറക്കിക്കൊണ്ട് വരുന്നതായ സാഹചര്യത്തിൽ അവർക്ക് ഭക്ഷിപ്പാനായിട്ട് സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുക്കുന്നതായ അനുഭവം ഞാൻ ഓർത്തു പോവുകയാണ്. ആ മന്ന കൊടുക്കുന്നതായ സാഹചര്യത്തെ സംബന്ധിച്ച് പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായത്തിലൂടെ വിവരിച്ചിരിക്കുകയാണ്. ആ മന്ന കൊടുക്കുന്നതായ സമയങ്ങളിൽ, സ്വർഗത്തിൽ നിന്ന് മന്നായിട്ട് കൊടുക്കുന്നതായ സമയം, ആ സമയങ്ങളിൽ എല്ലാ ദിവസവും ആളുകൾ പോയി പെറുക്കുന്നതായ കാഴ്ച നമ്മൾ കാണുകയാണ്. ചില ആളുകൾ പിറ്റേ ദിവസത്തേക്കിനും കൂടെ അവർ പെറുക്കി വെക്കുന്നതായൊരു കാഴ്ച, കൂടുതലായിട്ട് ആളുകളുടേതായ സാമർഥ്യം അനുസരിച്ച് പെറുക്കിക്കൂട്ടുന്നതായ കാഴ്ച. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് നിഷ്ഫലമായി പോകുന്ന കാഴ്ചയാണ്. എന്നാൽ 6-ാമത്തെ ദിവസം ദൈവം അവരോട് പറയുന്നതായ ഒരു വലിയൊരു സന്ദേശമുണ്ട്. പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നത്: 6 ദിവസം നിങ്ങൾ അത് പെറുക്കണം, ശബത്തായ 7-ാം ദിവസത്തിലോ അത് ഉണ്ടാകുകയില്ല. 6-ാം ദിവസം നിങ്ങൾ ഇരട്ടി പെറുക്കണം. ആമേൻ. 7-ാം ദിവസത്തിൽ ആ മന്ന ഇല്ല, 6-ാമത്തെ ദിവസം നിങ്ങൾ അതിൻ്റെ ഇരട്ടി പെറുക്കണം. എന്ന് പെറുക്കുന്നതിൻ്റെ ഇരട്ടി പെറുക്കണം. അതുവരെയും 5 ദിവസം വരെയും അവർ ഇരട്ടി പെറുക്കിയാലുള്ളതായ അനുഭവം എന്താണെന്ന് വേദപുസ്തകം വളരെ വിശദമായിട്ട് തന്നെ വിവരിച്ചിരിക്കുകയാണ്. അവർ പിറ്റേ ദിവസത്തേക്ക് പെറുക്കിയാൽ അത് ക്രമിച്ച് നാറിപ്പോകുന്നതായ
അനുഭവത്തിൽ ആണ് അത് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ 6-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് പറയുന്നത്, ദൈവശബ്ദം അവർ കേൾക്കുന്നത്, ദാസനിലൂടെ അവർ ശ്രദ്ധിക്കുന്നതായ സന്ദേശം ഇതാണ്: 6-ാമത്തെ ദിവസം നിങ്ങൾ ഇരട്ടി പെറുക്കണം, പിറ്റേ ദിവസം ദൈവത്തിൻ്റെ ശബ്ദമാകുന്നു. ദൈവത്തിൻ്റെ ശബ്ദം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ഈ ജനത്തെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഈ ജനത്തോട് ഇടപെടുന്നതായ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുകയാണ്. ശബ്ദം എന്നുള്ളത് സർവസൃഷ്ടാവായ സകലത്തിൻ്റെയും അധിപതിയായ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചതായ ആ ദിവസത്തില് നമ്മുടെ കാര്യാദികളെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം തമ്പുരാൻ തൻ്റെ ജനത്തെ ക്ഷണിക്കുകയാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അനേക ആളുകൾ പല രീതിയിലുള്ളതായ ദൈവങ്ങളുടെ പിന്നാലെ, അല്ലെങ്കിൽ മനുഷ്യന്റെ കാഴ്ചപ്പാടനുസരിച്ച് കല്ലിനെയും മണ്ണിനെയും മുള്ളിനെയും പാമ്പിനെയും പറവയെയും ഇഴജാതികളെയും നാൽക്കാലികളെയൊക്കെ ആരാധിക്കുന്നതായ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് ജീവനുള്ള ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ ദൈവം തമ്പുരാൻ തന്റെ ജനത്തോട് ആവശ്യപ്പെടുന്നതായ ഒരു വലിയൊരു സന്ദേശം ഇതാണ്: സൃഷ്ടാവായ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധമായ ശബത്ത് ദിനത്തിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശബത്തിനെ സംബന്ധിച്ച് ഇവിടെ ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടണം. അന്ന് യഹോവയ്ക്ക് കൂടേണ്ടത് വിശുദ്ധ സഭായോഗം കൂടേണ്ടതായ സ്വസ്ഥതയ്ക്കുള്ളതായ ശബത്ത്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് പല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ 7-ാം ദിന ശബത്ത് അല്ലാതെ അവരുടെ ഇടയിൽ പ്രത്യേകമായിട്ട് അവർ പെരുന്നാളുകളും അതുപോലെ തന്നെ അവരുടെ മാസത്തിൽ പ്രത്യേകമായിട്ട് വരുന്നതായ ചില പ്രാർത്ഥന ദിവസങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അവർ ആ ദിവസത്തിനും ശബത്ത് എന്നാണ് പേരിട്ടിരിക്കുന്നത്. എന്നാൽ ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവമാണ് ഈ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നത്. മറിച്ച് അവരുടെ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് വരുന്നതായ മാസങ്ങളിലെയും വർഷങ്ങളിലെയും ഒക്കെ ദിവസത്തെ ഡേറ്റിനെ മാനിച്ചുകൊണ്ട് വരുന്നതായ ആ ശബത്തിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ വരുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തെ സൂചിപ്പിക്കുന്നതായ പെരുന്നാളുകളും വാവുകളും ശബത്തിനെ സംബന്ധിച്ചൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ അപ്രകാരമുള്ളതായ പല ശബത്തുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇവിടെ ആരാധനയ്ക്കായിട്ട് സർവശക്തനായ ദൈവം നൽകിയതായ ദിവസം എന്ന് പറയുന്നത് 7-ാം ദിനമായ ശബത്ത് ആരാധനയാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മക്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സംസാരിക്കുന്ന ഈ ആരാധനയ്ക്കായിട്ട് കൂടി വരുമ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ടതായ ദിവസം 7-ാം ദിവസമായ പരിശുദ്ധമായ ശബത്ത് ദിനത്തിലാണ് എന്ന് തിരുവചനം രേഖപ്പെടുത്തുമ്പോൾ അനേക ആളുകൾ ദൈവജനത്തെ തെറ്റിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തെറ്റായ സന്ദേശം നൽകുന്നതിന് വേണ്ടി ഇന്ന് ലോകത്തിൽ കള്ള ഉപദേശങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഇവിടെ പറയുകയാണ്, അത് ശബത്ത് എന്ന് പറയുന്നത് അത് യഹൂദന്റെയാണ്. അത് ജാതികളായിരിക്കുന്നതായ ജാതികളിൽ നിന്ന് വന്നതായ ആളുകൾക്ക് ശബത്ത് ബാധകമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ആരാധനയിൽ ഞങ്ങൾ ശബത്തിന് തന്നെ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മോട് അരുളി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനാണ് സാധിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ അതിൻ്റെ 56-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സകല മനുഷ്യരോടും അരുളി ചെയ്യുന്നതായ ഒരു സന്ദേശം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്: യഹോവയെ സേവിച്ച് അവൻ്റെ നാമത്തെ സ്നേഹിച്ച് അവൻ്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെ ഒക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ളതായ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായിട്ട് പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഒരു സന്ദേശം നമുക്ക് പകർന്നു നൽകുമ്പോൾ ഇന്ന് ആത്മീയമായ അന്ധത ബാധിച്ചതായ ഒരു വലിയൊരു കൂട്ടം ആളുകൾ
ദൈവത്തിൻ്റെ വിശുദ്ധ ശബദിനെ മാനിക്കേണ്ട ഞങ്ങൾ എല്ലാ ദിവസത്തിലും ഞങ്ങൾക്ക് വേണമെങ്കിൽ ആരാധിക്കാം, അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണ് ശബദെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നതായ, കൽപ്പന ലംഘിക്കുവാൻ പ്രേരിപ്പിക്കുന്നതായ അനേക ആളുകളെ നമുക്ക് കാണുവാനാണ് സാധിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, യഹോവയെ സേവിച്ച് അവന്റെ നാമത്തെ സ്നേഹിച്ച് അവന്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്നതായ അന്യജാതിക്കാർ, ദൈവത്തോട് ചേർന്ന് വരുന്നതായ അന്യജാതിക്കാരെ ശബദിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരൊക്കെയും ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ ഞാൻ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഉറപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശബദ് എന്നുള്ളത് യഹൂദനെന്നോ യവനനെന്നോ മറ്റ് ജാതികളെന്നോ ഇല്ല. സർവസൃഷ്ടാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സകല മനുഷ്യരും ഒന്നുപോലെ ആകയാൽ എല്ലാവരും ഒരുപോലെ കാണുന്നവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ദൈവം മാനവരാശിക്ക് നൽകിയതായ ആ വിശുദ്ധ ആരാധന ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നുവെങ്കിൽ അതിലൊരു വലിയ ആത്മീയമായ അനുഗ്രഹം ഉണ്ട് എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒരു യഹൂദൻ ഉണ്ടാകുന്നതിന് മുൻപേ, ഈ ഭൂമിയിൽ ഒരു സൃഷ്ടിപ്പിൽ തന്നെ ദൈവം മനുഷ്യന് നൽകിയതായ ഒന്നാണ് വിശുദ്ധ ആരാധനയുടേതായ ദിവസം. യഹൂദന് ഉണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് സൃഷ്ടിപ്പിൽ തന്നെ ദൈവം മനുഷ്യന് നൽകിയതായ ആരാധനയാണ് പരിശുദ്ധമായ ശബദ് എന്നുള്ളതായ കാര്യം നാം മറന്നു പോകരുത് എന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മാതൃക എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മുടെ മാതൃക കർത്താവായ യേശുക്രിസ്തു ആകുന്നുവെങ്കിൽ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ക്ഷണിക്കുകയാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവായ യേശുവിനെ നോക്കുവാനായിട്ട് ദൈവദാസന്മാർ നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ, ആ യേശുവിലേക്ക് നമ്മൾ സസൂക്ഷ്മം നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ വളർന്ന നസ്രത്തിൽ വന്ന് ശബദിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ മക്കളോട് സാക്ഷീകരണം നടത്തുവാനായിട്ട് ഉള്ളത്, കർത്താവായ യേശു ക്രിസ്തു വളർന്നതായ നസ്രത്തിൽ വന്നു ശബദിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പതിവായിരുന്നു ശബദ് ദിനത്തിൽ പള്ളിയിൽ പോവുക എന്നുള്ളത്. പതിവ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, എല്ലായ്പ്പോഴും ചെയ്യുന്നതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഇവർ വിശ്വസിക്കുന്നതായ മുഴുവൻ ആളുകളോടും ദൈവവചനത്തിലൂടെ സാക്ഷീകരിക്കുവാനായിട്ട് ഉള്ളത് കർത്താവാണ് നമ്മുടെ മാതൃക. ആ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആ കർത്താവിനെ മുൻനിർത്തി ജീവിക്കുന്നതായ ഓരോ ദൈവത്തിൻ്റെ പൈതലും ദൈവം തൻ്റെ സ്വന്തം വിരലിന് എഴുതി കൊടുത്തതായ ആ 10 കൽപ്പനകൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവൻ വളർന്ന നസ്രത്തിൽ വന്നു ശബദിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നും. ഒരിക്കലും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടാത്തതായ ഒന്നാണ് ഈ ശബദ ആരാധന എന്നുള്ളത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്ക് മാതൃക. വിശുദ്ധ മത്തായി സുവിശേഷത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലുള്ളതായ സകല മനുഷ്യർക്ക് നൽകുന്നതായ ഒരു പ്രത്യേകമായ സന്ദേശം നമുക്കവിടെ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഞങ്ങൾ വായിക്കുമ്പോൾ യെരുശലേമിന്റെ നാശത്തെ സംബന്ധിച്ച് കർത്താവ് പ്രവചനം നടത്തുന്നു. ഈ ലോകത്തിന്റെ അവസാന കാലഘട്ടങ്ങളിലൊക്കെ ആയിരിക്കുന്നതായ ജനത്തോടൊക്കെ അരുളിച്ചെയ്യുന്നതായ ഒരു പ്രവചനം എന്ന പോലെ നമ്മുടെ അരുളിച്ചെയ്യുന്നതായ സന്ദേശം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു: എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബദിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിന്. യെരുശലേമിന്റെ നാശം മുൻകൂട്ടി കണ്ടതായ കർത്താവ് തൻ്റെ ജനത്തോട് അരുളിച്ചെയ്യുകയാണ്, എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബദിലോ സംഭവിക്കാതിരിപ്പാനായിട്ട് പ്രാർത്ഥിപ്പാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം
AD 70 കാലഘട്ടങ്ങളിൽ യെരുശലേമിന്റെ നാശം ഭവിക്കുന്നതായ സന്ദർഭത്തിൽ അവിടെ ഈ പ്രവചനം നിവൃത്തിയാകുന്നതായ ഒരു കാഴ്ച നമ്മൾ കാണുക. എന്നാലും കർത്താവ് തന്റെ ജനത്തോട് അരുളിച്ചെയ്യുകയാണ്, നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. കർത്താവ് നമുക്ക് മാതൃകയാണ്. കർത്താവ് എല്ലാ ദിവസവും പതിവ് പോലെ ശബത്തിൽ പള്ളിയിൽ പോയെങ്കിൽ ആ കർത്താവിനെ പിൻപറ്റിയതായ ശിഷ്യന്മാരുടേതായ അനുഭവത്തെ സംബന്ധിച്ച് വേദപുസ്തകം പ്രകാരം രേഖപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതാനുഭവത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: ശബത്ത് നാളില് ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പുഴവക്കത്തിരുന്നു അവിടെ കൂടി വന്ന സ്ത്രീകളോട് ഞങ്ങൾ സംസാരിച്ചു. ശബത്ത് നാളില് ആരാധനയ്ക്കായിട്ട് കടന്നു പോകുന്നതായ ദൈവത്തിന്റെ ദാസനായിരിക്കുന്നതായ പൗലോസ് മക്കോധനിയുടെ ഭാഗത്ത് ഒരു പ്രധാന പട്ടണമായ റോമക്കാർ കുടിയേറി പാർത്തതായ പ്രദേശത്തില് ആരാധനയ്ക്കായിട്ട് കടന്നു പോകുന്നതായ സമയത്ത് ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് കരുതി. പക്ഷേ പ്രാർത്ഥനാ സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ആ ശബത്തിനെ ലംഘിക്കാതെ അവർ ആ പുഴവക്കത്തിരുന്നു കൊണ്ട് സർവശക്തനായ ദൈവത്തോട് അവര് പ്രാർത്ഥിക്കുകയും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും അവർ ആരാധിച്ചു എന്ന് തിരുവചനം രേഖപ്പെടുത്തുകയാണ്. വീണ്ടും നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 17-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്ത് തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. കർത്താവായ യേശു ക്രിസ്തു എന്നതായ രക്ഷിതാവിനെ സംബന്ധിച്ച് തന്റെ പതിവ് പോലെ ശബത്ത് ദിവസത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കുകയും അവരോട് സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്നതായ ഒരു ദൈവത്തിന്റെ ദാസനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ പതിവ് അവൻ ഏറ്റെടുക്കുവാനായിട്ട് സാധിച്ചു. ഇവിടെ പറയുന്നത് പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ശബത്ത് തോറും ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി കൂടി വന്നു. 18-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴും, എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സമ്പാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. വീണ്ടും നമ്മൾ ഈ സുവിശേഷങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ഈ ശിഷ്യന്മാരുടെ എല്ലാവരുടെയും പതിവ് എന്നുള്ളത് 7-ാം ദിനമായ ശനിയാഴ്ച ശബത്ത് ദിനത്തിലൂടെ ഉള്ളതായ ആരാധന ആയിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്നും യഹൂദന്മാര് അവരുടെ പൂർവ്വപിതാക്കന്മാര് സത്യത്തിലും ആത്മാവിലും ആരാധിച്ചതുപോലെ 7-ാം ദിനമായ ശബത്ത് ദിനത്തില് അവരിന്ന് ആരാധിക്കുന്നതായ ഒരു കാഴ്ച നമ്മുടെ കണ്ണിന് മുൻപിൽ വ്യക്തമായിട്ട് കാണുന്നതായ ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇന്നും അവർ ആരാധന ദിവസം 7-ാം ദിനമായ ശബത്ത് ദിനത്തിലാണ് അവർ ആരാധിച്ചത്. കാരണം സ്വർഗത്തിലെ ദൈവം തന്റെ കൽപ്പനകൾ തന്റെ സ്വന്തം കരങ്ങളിലൂടെ എഴുതി കൊടുത്തതായ 10 കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒന്നാണ് ശബത്ത് നാളിലെ ശുദ്ധി. ദൈവവും മനുഷ്യനുമായിട്ടുള്ളതായ ഒരു ബന്ധം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 10 കൽപ്പനകൾ എഴുതി കൊടുക്കുമ്പോൾ 1 മുതൽ 4 വരെയുള്ളതായ കൽപ്പന എന്ന് പറയുന്നത് മനുഷ്യനും ദൈവമായിട്ടുള്ളതായ ബന്ധമാണ്. ബാക്കി 6 കൽപ്പനകൾ മനുഷ്യനുമായിട്ടുള്ളതായ ബന്ധമാണ്. ഈ 2 കൽപ്പനകൾ കൂടി ചേരുമ്പോഴാണ് നിന്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുവാൻ സാധിക്കുന്നത്. 2ാമത് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് പോലെ അത് കൂട്ടുകാരന് നിന്നെ പോലെ തന്നെ സ്നേഹിക്കുവാനായിട്ടുള്ളതായ ആ കൽപ്പന മനുഷ്യനുമായിട്ടുള്ളതായ കൽപ്പനകളെ ചെയ്യുമ്പോഴാണ്, അനുസരിക്കുമ്പോഴാണ്, പാലിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ കൂട്ടുകാരനെ നമ്മെ പോലെ തന്നെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്നതായ ഓരോ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത് ആരാധനാ ദിവസം എന്നുള്ളത് ദൈവം തമ്പുരാൻ മാനവരാശിക്ക് നൽകിയതായ അനുഗ്രഹിച്ച് തന്നതായ 7-ാം ദിനമായ ആരാധനയാണ്. ആ ദിനത്തില് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷ സമാധാനവും ഏറ്റവും അനുഗ്രഹമാണ്. നാമും നമ്മുടെ സൃഷ്ടാവായ ദൈവമായിട്ടുള്ളതായ ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ ആ ആത്മീയമായ സന്തോഷം നമുക്ക് പ്രായപ്പെടാൻ സാധിക്കും. എന്നാൽ കർത്താവായ യേശുവിന്റെ മാതൃക പിൻപറ്റുന്നതായ ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ ഉണ്ടാക്കുന്നതായ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഭൂമി എൻ്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ അമാവാസി തോറും ശബത്ത് തോറും സകല ജഡവും എൻ്റെ സന്നിധി നമസ്കരിപ്പാൻ വരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 66-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായ ഒരു വലിയ സന്തോഷമാണ്. അതാണ്, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും. ഈ ആകാശവും ഭൂമിയുമല്ല, പിന്നെയോ ഞാൻ ഉണ്ടാക്കുന്നതായ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും
എൻ്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേര് നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ അമാവാസി തോറും ശബത തോറും സകല ജഡവും എൻ്റെ സന്നിധി നമസ്കരിപ്പാൻ വരും. എത്ര സന്തോഷത്തിൻ്റെതായ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് അറിയിക്കുകയാണ്. 7-ാം ദിനമായ ശനിയാഴ്ച ദിവസമാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇന്ന് ആ ശബദ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് പറയുന്നത്, ദൈവവും ദൈവത്തിൻ്റെ ജനവും തമ്മിലുള്ളതായ ഒരു അടയാളമാണ് ശബദ് എന്നുകൂടെ രേഖപ്പെടുത്തുക. എഹെസ്കേൽ പ്രവചനം 20-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ്. എഹെസ്കേൽ പ്രവചനം 20-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നതായ ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്നറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളമായിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ ശുദ്ധീകരിക്കുന്നതായ ഒരനുഭവമാണ് ശബദ്. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളമായിരിക്കണം. ഒരിക്കലും മാറിപ്പോകാത്തതായ തലമുറ തലമുറയോടുകൂടെ ഈ ഒരു വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക്, ഈ പരിശുദ്ധമായ ശബദിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെതായ ഒരു നിമിഷമാണ്. ഒരു വലിയ വാഗ്ദത്തമാണ് ദൈവം നമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്, നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബദിൽ നിന്റെ കാലടക്കി വെച്ച് ശബദിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്ന് പറയുകയും നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. എത്ര വലിയ സന്തോഷം നൽകുന്നതായ ഒരു വാഗ്ദത്തമാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഉറപ്പെടുന്നത്. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ, വേറൊരു ദിവസത്തെ സംബന്ധിച്ച് ദൈവം തമ്പുരാൻ ഇങ്ങനെ ശക്തമായിട്ട് പറഞ്ഞിട്ടില്ല. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബദിൽ നിന്റെ കാലടക്കി വെച്ച് ശബദിനൊരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്ന് പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. നിങ്ങൾ പറയുകയാണ്, ആ അനുഗ്രഹത്തെ സംബന്ധിച്ച് പറയുകയാണ്, ഞാൻ നിന്റെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോവിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നത്. ആ വലിയ ഒരു അനുഗ്രഹം പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ളതായ വലിയ പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ ഞങ്ങളെ അളവോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ തിരുവചന സന്ദേശത്തിനായ നന്ദിയോടെ സ്തോത്രം കർത്താവേ. അവിടുന്ന് ഈ ഭൂമിയിൽ മാനവരാശി എപ്രകാരം ദൈവത്തെ ആരാധിക്കണമെന്ന് അവിടുന്ന് കാണിച്ചു തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ദൈവത്തിൻ്റെ കൽപ്പനയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും കാത്തുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതായ ദൈവത്തിൻ്റെ മക്കൾ ഓരോരുത്തരും പരിശുദ്ധമായ ശബദിനെ അലക്ഷ്യമാക്കാതെ അതിൻ്റെ വിശുദ്ധിയോടുകൂടെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവ നന്മ പ്രാപിപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും ഉള്ളതായ സകല മനുഷ്യരും ഈ സത്യം അറിയുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഒടുവിൽ കർത്താവ് മേഘാരുടനായി കടന്നു വരുമ്പോഴോ ആ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ നല്ലവനും വിശ്വസ്തനുള്ള വിളി കേൾക്കുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ യാചന സ്വീകരിക്കണം. കന്നുള്ള പിതാവേ, ആമേൻ.